സാർ, എന്താണെന്ന് കഥയമമ്മയിൽ പറയാനുള്ള കഥ? അതായത് ഇന്നേക്ക് 50 വർഷം മുമ്പ് ആണ് അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് വിധി ഉണ്ടായത് ഇന്ദിരാഗാന്ധിക്കെതിരെ. ജൂൺ 12, 1975 ഇന്ദിരാഗാന്ധിയെ അയോഗ്യയാക്കിയ വിധി. അവരുടെ തെരഞ്ഞെടുപ്പ്, റായ്ബറേലിയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ്, രാജ്നാരായൺ എന്ന് പറഞ്ഞാൽ അതുവരെ അങ്ങനെ അറിയപ്പെട്ടിട്ടില്ലാത്തൊരാളായിരുന്നു സ്ഥാനാർത്ഥി. സാധാരണ അത്തരം മണ്ഡലങ്ങളിലൊക്കെ തോൽക്കുന്ന ഒരാളെ തന്നെയല്ലേ കൊണ്ടുപോയി നിർത്തുക. പ്രധാനപ്പെട്ട രാജ്നാരായണൻ കൊണ്ടുപോയി കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ ആരും അത്ര ഗൗരവത്തിൽ കണ്ടിരുന്നില്ല വിധി വരുന്നത് വരെ. അപ്പോൾ തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ഇന്ദിരാഗാന്ധി കാണിച്ചു എന്ന് ജഡ്ജി ജഗ്മോഹൻലാൽ സിൻഹ വിധിച്ചത് ജൂൺ 12, 1975 ആണ്. ഇന്ന് 50ാം വാർഷികമാണ് അതിൻ്റെ. അപ്പോൾ എൻ്റെയൊക്കെ ഈ ചെറുപ്പകാലത്ത് വല്ലാത്തൊരു വഴിത്തിരിവായിരുന്നു ഈ ഇന്ത്യയുടെ ചരിത്രത്തിലുമൊക്കെ വഴിത്തിരിവ്, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുമൊക്കെ വലിയ വഴിത്തിരിവാണ്. കാരണം സ്വാതന്ത്ര്യ സമരം, രണ്ടാം സ്വാതന്ത്ര്യ സമരം അല്ലേ ഇന്ത്യയുടെ എന്ന് വിളിക്കാൻ കഴിയുന്ന മുഹൂർത്തങ്ങളാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ ഓരോ ദിവസവും അടിയന്തരാവസ്ഥയുടെ കാലത്ത് എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് അറിയില്ലല്ലോ, എല്ലാം അടിച്ചമർത്തിയിരിക്കുകയല്ലേ. ഓരോ ദിവസവും ഇന്ത്യൻ എക്സ്പ്രസ് വരാനായിട്ട് കാത്തിരുന്നതൊക്കെ ഓർക്കുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്സിലാണ് ഏറ്റവും കൂടുതൽ അടിയന്തരാവസ്ഥയുടെ ക്രൂരതകൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് അലഹാബാദ് ഹൈക്കോടതിയിൽ ജഗ്മോഹൻലാൽ സിൻഹ വിധി പ്രഖ്യാപിച്ചത് രണ്ടാമത്തെ നിലയിൽ ഒരു വരാന്തയുടെ അറ്റത്തെ 24ാം നമ്പർ കോടതി മുറിയിലാണ് ഈ വിധി പ്രസ്താവിച്ചത്. അത് ആ മുറിയിൽ വേണം ഈ വിധി വിസ്താരം എന്നൊക്കെ അന്ന് തീരുമാനിച്ചിരുന്നത് ഈ സുരക്ഷാ കാരണങ്ങൾ കൊണ്ടാണ്. ഒരു വശത്തേക്ക് മാത്രമാണ് ഇത് തുറന്നിരിക്കുന്നത് ഈ കോടതി. അപ്പോൾ കുറച്ചുകൂടി സുരക്ഷയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഒരു കോറിഡോറിൻ്റെ അറ്റത്തെ കോടതി മുറി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. രാജ്നാരായൺ പിന്നീടുള്ള മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായി ജനതാ സർക്കാർ വന്നപ്പോൾ. രാജ്നാരായണൻ്റെ ഹർജി കോടതി അനുവദിച്ചു. 1971 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി അഴിമതി നടത്തിയിട്ടുണ്ട്. കാരണം യശ്പാൽ കപൂർ എന്ന് പറഞ്ഞിട്ടൊരു സിൽബന്തി ഉണ്ടായിരുന്നു ആ കാലത്ത് ഇന്ദിരാഗാന്ധിക്ക്. അയാൾ ഈ റായ്ബറേലിയിൽ പോയിട്ട് ഈ സർക്കാർ വാഹനങ്ങളില്ലേ അതിൻ്റെ അകത്തൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കൊക്കെ സർക്കാർ വാഹനങ്ങളൊക്കെ ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു. അതിനൊക്കെ തെളിവും ഉണ്ടായിരുന്നു. ലോഗ് ബുക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ തിരുത്തൽ വരുത്തിയതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ തിരഞ്ഞെടുപ്പ് ക്രമക്കേടുകൾ ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുണ്ട്. 1971 റായ്ബറേലിയിൽ നിന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കുന്നു എന്ന് വിധിച്ചു. സിൻഹയുടെ വിധിയിൽ പറഞ്ഞു ഈ പരാതി അനുവദിക്കുന്നു. നെഹ്റു ഗാന്ധി, ഒന്നാം പ്രതിയായ നെഹ്റു ഗാന്ധി ലോക്സഭാ ഒന്നാം പ്രതി നെഹ്റു ഗാന്ധിയുടെ ഒന്നാം പ്രതിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അസാധുവാക്കുന്നു. അവരെ 6 വർഷത്തേക്ക് അയോഗ്യയായി പ്രഖ്യാപിക്കുന്നു. 6 വർഷത്തേക്ക് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുകയില്ല. ഈ ഉത്തരവ് തീയതി മുതൽ അത് ബാധകമായിരിക്കും. അതാണ് വിധിയിലെ നിർണായക വാചകങ്ങൾ. ആദ്യമായി ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കപ്പെടുകയായിരുന്നു അന്ന്. അതിന് മാസങ്ങൾക്ക് മുമ്പ് ഇന്ദിരാഗാന്ധി 2 ദിവസം ആ കോടതിയിൽ വരുത്തി വിചാരണ ചെയ്തിരുന്നു. ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യയിൽ വിചാരണ ചെയ്യുന്നതും ആദ്യമായിരുന്നു അന്ന്. 2 ദിവസം ക്രോസ് നടത്തി. ക്രോസ് വിസ്താരത്തിന് ഇന്ദിരാഗാന്ധിക്ക് നിന്നു കൊടുക്കേണ്ടി വന്നു എന്നും പറയാൻ പറ്റില്ല. കസേരയിട്ട് കൊടുത്തിരുന്നു. ഒരു പ്ലാറ്റ്ഫോം പൊക്കിയിട്ട് ജഡ്ജിയുടെ ലെവലിൽ വരുന്ന അത്രയും ഒരു കസേര ഇട്ട് കൊടുത്തിട്ട് ഇരുന്ന് ആണ് ഇന്ദിരാഗാന്ധി ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ക്രോസ് വിസ്താരത്തിൽ. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് 21 മാസം അടിയന്തരാവസ്ഥയിലേക്ക് പോയത്.
അയോഗ്യയായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ നിലനിൽക്കാനായിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഇന്ദിരാഗാന്ധിയുടെ ക്രോസ് വിസ്താരം മാർച്ച് 18, 19 തീയതികളിലായിരുന്നു 1975. ജൂണിലാണല്ലോ വിധി, 12-ാം തീയതി. മാർച്ച് 18, 19 തീയതികളിൽ ഇന്ദിരയെ ക്രോസ് വിസ്താരം നടത്തി. അപ്പോൾ ഈ ഏപ്രിൽ 24-ാം തീയതി ആയിരുന്നു 1971 ഏപ്രിൽ 24-ാം തീയതിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ്. റായ്ബറേലിയിൽ രാജനാരായൺ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്നു. കേസ് കൊടുത്തപ്പോൾ ആരും വിജയിക്കുമെന്ന് കരുതിയിരുന്നില്ല. ഈ കേസിൻ്റെ ഒരു പ്രത്യേകത, ഈ കേസ് സിൻഹയുടെ മുമ്പിലല്ല ആദ്യം വരുന്നത്. ജഡ്ജിമാർ മാറിക്കൊണ്ടിരിക്കുമല്ലോ. ജസ്റ്റിസ് വില്യം ബ്രൂമിൻ്റെ മുമ്പിലായിരുന്നു ഈ കേസ് വന്നത്. ജസ്റ്റിസ് വില്യം ബ്രൂം ഇന്ത്യയിലെ ഈ അവസാനത്തെ ബ്രിട്ടീഷ് ജഡ്ജിയായിരുന്നു. മുമ്പ് ഈ ICS കിട്ടുന്ന ആളുകൾ ജഡ്ജിമാരാവുമല്ലോ. ഈ കേരള ഹൈക്കോടതിയിലെ അവസാനത്തെ ICS ജഡ്ജി PT രാമൻ നായരായിരുന്നു. ഈ കളക്ടറൊക്കെ ആവും, പക്ഷെ ജഡ്ജിയുമൊക്കെ ആകാം ICS കിട്ടുന്നവർക്ക്. അങ്ങനെ ബ്രിട്ടീഷുകാരനായ അവസാനത്തെ ജഡ്ജിയായിരുന്നു ജസ്റ്റിസ് വില്യം ബ്രൂം. അദ്ദേഹത്തിൻ്റെ മുമ്പിലാണ്, ആ ചെറിയ പ്രായത്തിൽ തന്നെ ജഡ്ജി ആയതിൻ്റെയാണ്, ജസ്റ്റിസ് വില്യം ബ്രൂമിൻ്റെ മുമ്പിൽ വന്നു അവസാനത്തെ ബ്രിട്ടീഷ് ജഡ്ജി. അദ്ദേഹം ഡിസംബറിൽ റിട്ടയർ ചെയ്ത് പോയി, ആ കൊല്ലം തന്നെ. അത് കഴിഞ്ഞ് വേറെയും 2 ബെഞ്ചിലേക്ക് കേസ് പോയി. BN ലോക്കൂറിൻ്റെ ബെഞ്ചിൽ ആദ്യം പോയി. BN ലോക്കൂറിൻ്റെ മകനാണ് മദൻലാൽ ലോക്കൂർ എന്ന് പറഞ്ഞിട്ട് പിന്നീട് സുപ്രീം കോടതിയിൽ ജഡ്ജി ആയിരുന്ന ആൾ. പിന്നെ KN ശ്രീവാസ്തവയുടെ മുമ്പിൽ പോയി, അവരും റിട്ടയർ ചെയ്തു. അങ്ങനെ 1975 ആദ്യമാണ് ജഗ്മോഹൻലാൽ സിൻഹയുടെ മുമ്പിൽ ഈ ഇന്ദിരാഗാന്ധിക്കെതിരായ തെരഞ്ഞെടുപ്പ് കേസ് വന്നത്. ഫെബ്രുവരി 12-ാം തീയതി വിചാരണ തുടങ്ങി. വലിയ ഈ വൻതോക്കുകൾ രാഷ്ട്രീയത്തിലും അല്ലാതെയുള്ള അവരുമൊക്കെ കോടതിയിൽ മൊഴി കൊടുക്കാനൊക്കെ എത്തിയിരുന്നു. PN ഹക്സർ ഇന്ദിരാഗാന്ധിയുടെ കൂടെ കുറേ കാലം സെക്രട്ടറി ആയിരുന്നില്ലേ, കശ്മീരി ബ്രാഹ്മണൻ. PN ഹക്സർ അന്ന് പ്ലാനിംഗ് കമ്മീഷൻ്റെ വൈസ് ചെയർമാനായിരുന്നു ഈ മൊഴി കൊടുക്കുമ്പോൾ. പിന്നെ അദ്വാനി, LK അദ്വാനി മൊഴി കൊടുക്കാൻ എത്തിയിരുന്നു. അദ്ദേഹം ജനസംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കർപ്പൂരി ഠാക്കൂർ, ബീഹാറിലെ മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം മൊഴി കൊടുക്കാൻ എത്തിയിരുന്നു. സംഘടനാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് നിജലിംഗപ്പ കോടതിയിൽ മൊഴി കൊടുക്കാനായിട്ട് എത്തിയതിൽ പെടും. ഇന്ദിരാഗാന്ധിക്ക് വേണ്ടി ഹാജരായ വക്കീൽ SC ഖരെ, പ്രമുഖ അഭിഭാഷകൻ. രാജ്നാരായണന് വേണ്ടി ഹാജരായത് ശാന്തി ഭൂഷൺ, പ്രശാന്ത് ഭൂഷൻ്റെ അച്ഛൻ ശാന്തി ഭൂഷൺ, RC ശ്രീവാസ്തവ. രാജ്നാരായണന് വേണ്ടി ഹാജരായവർ അവരാണ്, ശാന്തി ഭൂഷണും RC ശ്രീവാസ്തവയും. ശാന്തി ഭൂഷൺ ഒരു പേര് കിട്ടുന്നതും ആ കേസ് മുതലാണ്. പിന്നെ SN കാക്കർ, ഉത്തർപ്രദേശിലെ അഡ്വക്കേറ്റ് ജനറൽ SN കാക്കർ, സർക്കാരിന് വേണ്ടിയിട്ട് ഹാജരാകുന്ന ഒരു വക്കീൽ അദ്ദേഹം. പിന്നെ അറ്റോർണി ജനറൽ നിരൺ ഡേ, സർക്കാരിന് വേണ്ടി, കേന്ദ്രത്തിന് വേണ്ടി അദ്ദേഹവും ഹാജരായി. 2 പേര് സർക്കാരിന് വേണ്ടിയും ഹാജരായി. ഇന്ദിരാഗാന്ധി തലേന്ന് തന്നെ മൊഴി കൊടുക്കാൻ എത്തി. 18, 19 തീയതികളിലായിരുന്നല്ലോ ക്രോസ് വിസ്താരം. അവർ 17-ാം തീയതി തന്നെ അലഹബാദിലെത്തി. ഈ കോടതിയിൽ ഇവർ ക്രോസ് വിസ്താരം ചെയ്യുമ്പോൾ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളൊക്കെ വന്നിരുന്നു. അതിൽ മധുലിമായെ, പിന്നെ SN മിശ്ര, പിന്നീട് വിദേശകാര്യമന്ത്രിയായി SN മിശ്ര, പിന്നെ പിന്നീട് ലോക്സഭാ സ്പീക്കറായ രബി റേ, അദ്ദേഹം വന്നിരുന്നു. പിന്നെ ഇന്ദിരയുടെ മകൻ രാജീവ് ഗാന്ധി, രാജീവ് ഗാന്ധിയുടെ ഭാര്യ സോണിയാഗാന്ധി, ഇവരും എത്തിയിരുന്നു ഈ ക്രോസ് വിസ്താരം കാണാൻ. കുടുംബത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം നടക്കുകയാണ്, അപ്പോൾ ചടങ്ങിന് സംബന്ധിക്കണ്ടേ, അവരും വന്നിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് നേരത്തെ പറഞ്ഞ പോലെ കസേര കൊടുത്തു. ഈ ഖരെ, അവരുടെ വക്കീല്, ഈ ജഡ്ജി സിൻഹയോട് ഒരു അഭ്യർത്ഥന വെച്ചിരുന്നു. ഇന്ദിരാഗാന്ധിയെ ഡൽഹിയിൽ ഒരു കമ്മീഷനെ അയച്ചിട്ട്
അവിടെ നിന്ന് മൊഴി എടുത്താൽ കൊള്ളാം എന്ന്. അത് സിൻഹ തള്ളി. അല്ല, അങ്ങനെയല്ല. കോടതിയിൽ ക്രോസ് വിസ്താരത്തിന് വരുന്ന ആൾ ക്രോസ് വിസ്താരത്തിന് കോടതിയിൽ തന്നെ വരണം. മറ്റേ നെഹ്റു കുടുംബം കരുതി നിൽക്കുന്ന അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ, അവർക്ക് പ്രത്യേക നിയമമാണെന്നാണല്ലോ. അപ്പം ഇങ്ങനെ പറഞ്ഞു നോക്കി നടന്നില്ല. മെയ് 23 സമ്മർ വെക്കേഷന് കോടതി പിരിഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് ജൂൺ 12 ഇന്നേക്ക് 50 വർഷം മുമ്പ് ആണ് ഇന്ദിരാഗാന്ധിയെ അയോഗ്യയാക്കി അവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കി അലഹബാദ് കോടതി വിധി പറഞ്ഞത്. ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു ദിവസമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.